വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഓലൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുമ്പളങ്ങയും വൻപയറും വെച്ചിട്ടാണ് ഈ ഓലൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 വിസിലും മതി കേട്ടോ. ഇനി ഈ സമയം തന്നെ കുമ്പളം ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയാണ്. 1 കപ്പ് കുമ്പളം ഞാനൊരു മൺചട്ടിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുമ്പളം കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കിടന്ന് വേവട്ടെ. ഇപ്പോൾ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടയാണ്ട് നോക്കണം. എന്നിട്ട് ഇതിലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. എന്നിട്ട് ഈ പയർ മാത്രം മതി. ഇപ്പം കുമ്പളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വൻപയറില്ലേ, അതൊന്ന് ഊറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓലൻ്റെ കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് കറിവേപ്പില ഉണ്ടാവില്ല, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിൽ കുമ്പളവും വൻപയറും ഒരുപാട് അങ്ങ് വെന്തുടയാതെ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് അങ്ങ് വറ്റട്ടെ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ തന്നെ 2ാം പാലിൽ കുമ്പളും വൻപയറും കൂടെ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1ാം പാല് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം ഇരിക്കുന്ന സമയത്ത് ഒന്നങ്ങോട്ട് തിക്കായിട്ട് വരും. ഇത് ഒരുപാട് ലൂസായിട്ട് കറി പോലെ ആവരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുള്ള പോലെ തോന്നും. കുറച്ചും കൂടെ കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നങ്ങ് തിക്കായിട്ട് വരും. 1ാം പാല് ചേർത്ത ശേഷം ഒന്നങ്ങ് ചൂടാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓലനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.